ഹലോ ഗൈസ്, അപ്പൊ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. ഇപ്പൊ ഇന്ന് നമ്മള് ഒരു പർച്ചേസ് വീഡിയോ ഉണ്ട് ഗൈസ്. കുട്ടികൾ പറഞ്ഞാൽ സ്കൂൾ തുറക്കാറായി, 2 ദിവസം കൂടെ ഉള്ളു സ്കൂൾ തുറക്കാൻ. നമ്മൾ കുട്ടിക്ക് ഇതുവരെ ഒരു സാധനം വാങ്ങിച്ചില്ല. അപ്പൊ ഇന്ന് നമ്മള് അവിടെ പോയി കുറെ സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. അങ്ങനെ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഗൈസ്. യേശുക്കുട്ടിയുടെ പുതിയ ഉടുപ്പാണ്, പുതിയ ഔട്ട്ഫിറ്റിലൊക്കെയാണ് ഇറങ്ങിയിരിക്കുന്നത്. നിനക്ക് സ്കൂളിൽ പോകാനൊക്കെ താല്പര്യം തന്നെ? സ്കൂളിൽ പോകാൻ ഇഷ്ടമാണ്. ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ സ്കൂളിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് അല്ലേടാ. നമ്മളൊക്കെ ആണെങ്കിൽ സ്കൂൾ ഉറക്കം നോക്കുമ്പോഴേ നെഞ്ചെടുപ്പാണ്. 2 ദിവസമേ ഉള്ളൂ. ഇവിടെ 2 ദിവസം കൂടെ ഉള്ളു, എങ്ങനെയെങ്കിലും ഒന്ന് സ്കൂൾ തുറന്നാൽ മതി എന്നുള്ള ഒരു ഇതാണ് ഇപ്പോഴത്തെ പിള്ളേർ. അപ്പൊ ഗായ്സ്, എന്തായാലും നമുക്ക് പർച്ചേസിലോട്ട് പോവാം. നമ്മള് എവിടെ പോകാനാണോ ഉദ്ദേശിക്കുന്നത്? നമ്മളെ സ്ഥിര സ്ഥലം അവിടെ തന്നെ. അവിടെ ചെന്നാലേ വ്ലോഗ് എടുക്കാനും അലമ്പാനും പറ്റുള്ളൂ നമുക്ക്. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം. പോയി ബാക്കിയെല്ലാം അവിടുത്തെ വിശേഷങ്ങൾ കാണാം ഗൈസ്. ജീവന്റെ ഭാഗമായി എന്റെ ബാഗ് പൊട്ടിപ്പോയി. ഇറങ്ങാൻ നേരത്തെ അത് പൊട്ടി. പുതിയതല്ല, പഴയതേന്ന്. പക്ഷെ എനിക്ക് ആ ബാഗാണ് ഏറ്റവും ഇഷ്ടം. അത് പോയി. ഇനിയിപ്പോ പുതിയൊരു ബാഗും കൂടെ എനിക്ക് വാങ്ങിക്കണം. നമ്മള് മുമ്പ് നമുക്ക് കട എത്തണം. കാരണം ലിച്ചുകുട്ടിക്ക് മാത്രം റെയിൻകോട്ട് ഇല്ല. ഓയ്യോ, അവൻ കേറി. അമ്മ ഉരുപ്പടി ഇറങ്ങ്. പോ അവറടി. നീ ഇവിടെ ഒന്നോ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുന്നു. പവിക്കുട്ടൻ ഇറങ്ങാം. സ്ഥലമെത്തി പോവാം. ബാ, വീട്ടിൽ പോവാം. അപ്പൊ നമ്മളെ സ്ഥലം എത്തി കേട്ടോ. നമ്മളെ ഒന്ന് വീട്ടിൽ ഇറങ്ങിട്ട് അമ്മ എന്നാ കൊച്ചിനൊന്ന് ടാറ്റ കൊണ്ടിട്ട് വന്ന. അപ്പൊ നമുക്കിനി തുറ പെട്ടെന്ന് തുറ. നോക്കട്ടെ, കാലങ്ങൾ കാണിക്കൂ. സന്തോഷായ ഇങ്ങോട്ട്. മൂന്നെണ്ണം വാങ്ങിച്ചോ. വീടുമായിട്ട് എന്നെ എന്തോ ഷോയ്ക്കാം. അപ്പുറത്തെ വീട്ടിനെ കൊച്ചു പെണ്ണിന്റെ പേരെന്തിന്? ലൂമി. ലൂമിയാ? പിന്നെ റൂമി. നമ്മള് റൂമിയെ തപ്പി ഇറങ്ങാൻ പോവുകയാണ് ഗൈസ്. നമുക്ക് റൂമിയെ തിരക്കി പോവാം. നേരത്തെ വന്ന് വാങ്ങിക്കണം ഇടിച്ചിട്ടൊക്കെ കേറണം. ഒരു സ്പേസ് കിട്ടിയിട്ടുണ്ട്. അത് ബാർബി ഇതില് കാണും നമ്മളെ റൂമിൽ. നമുക്ക് യൂണിക്കോൺ വേണ്ട.
അയൺമാൻ ഇരിക്കുന്നു, വാങ്ങിച്ചു തരട്ടാ. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മളെ ഇതൊക്കെ ആയിരുന്നു ട്രെൻഡ്. ഇപ്പൊ പിള്ളേർക്ക് ഇതൊന്നും വേണ്ട. പൗക്കുട്ടനാണെങ്കിൽ ഞാൻ അയൺമാൻ വാങ്ങിച്ചു കൊടുക്കുന്നത്. അവൾക്ക് ഇഷ്ടപ്പെട്ട ബാഗ്. അവിടെ ചെന്നിട്ട് എല്ലാരും നിന്നെ പന്നിന്ന് വിളിക്കും കേട്ടാ. പ്രിൻസസ് ചേച്ചി മിഷൻ അക്കംപ്ലിഷ്ഡ്. എടാ ബാക്കി ഇത് നമ്മൾ കുറച്ച് കട്ടിയുണ്ടോ? ഓക്കെ, കുറച്ച് കട്ടിയുണ്ട് മക്കളെ. മറ്റേതേ ചീത്തായി പോകും. വേറെ ഒന്നും അവിടെ ഇല്ല, എല്ലാം തീർന്നു. കൊള്ളാം. നമ്മള് ബാഗും പാത്രം വെക്കാനില്ലേ? മറ്റേത് ബാർബീരി ഉണ്ടല്ലോ. ഓക്കെ ആണല്ലോ? ഓക്കെയാണ്. ഇപ്പൊ നടച്ചോക്കണം. എന്റെ ബാഗ് കിട്ടാൻ ശരിയാവൂല. അതെന്റെ ഒരു ലൈഫിന്റെ ഓണത്തിന്റെ ഇടയിൽ പുട്ട് കച്ചവടം. കുഴപ്പമില്ല. കൊച്ചിന് ബാഗ് എടുക്കാൻ വന്നിട്ട് ഇപ്പൊ കൊച്ചി ഒത്തിരി കൂടെ വലുതായെന്ന് തോന്നുന്നു. നമുക്ക് ഇത് വാങ്ങിക്കാം ഗൈസ്. ഇതാണ് എടുത്തത്. എന്റെ ബാഗ് പൊട്ടിപ്പോയി, പക്ഷെ എല്ലാം ലാഭമുണ്ട്. ഇതെടുക്കാം ഗൈസ്. നമ്മളത് ഈ ബാഗാണ് ഇപ്പൊ സെലക്ട് ചെയ്തിരിക്കുന്നത്. അതെ, ഈ ബാഗ് ഓണത്തിന്റെ ഇടയിൽ പുട്ട് കച്ചവടമാണെന്നൊക്കെ അറിയാം, പക്ഷെ എനിക്ക് ഇതില്ലാതെ പറ്റില്ല. ഈ സാധനം ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്. എനിക്ക് ഫേവറേറ്റ് ഇങ്ങനെ തൂക്കണയാണ് ഗൈസ്. അതുകൊണ്ട് ഇത് കൊള്ളാം. അപ്പൊ ഞാൻ ഇത് സെലക്ട് ചെയ്തു. ഓക്കെ, കൂടെ വന്നതിന് നമുക്കൊന്നുമില്ല. കൂടെ വന്നതിന് നിനക്ക് എന്തൊരു വേണം? ഞാൻ വാങ്ങിച്ചു തരുന്നു. ചായ പറയാൻ മതി. ചായക്കും വടക്കേനും വില കൂടുതൽ. അയ്യോ, ഇത് ഇനി എന്തിനാണ് വാങ്ങിക്കാൻ പോകുന്നത്? മോട്ടിന് കുപ്പി, മറ്റേ പാത്രം എല്ലാം വാങ്ങിക്കണം. പാത്രം ഉണ്ട്, കറി കൊണ്ടോ ഒരു ചെറിയ പാത്രം വാങ്ങിക്കണം. പക്ഷെ അതല്ല ടാസ്ക്. ഈ ക്യൂ എങ്ങനെ അതിജീവിക്കുന്നു? എങ്ങനെ ബില്ലടിച്ച് തീരും? ഒരു കാര്യം ചെയ്യാം, ഞാൻ ലിച്ചും കൂടെ പോയി പർച്ചേസ് ചെയ്തിട്ട് വരാം. ചേച്ചി ഇവിടെ നിന്ന് ബില്ലടി. നീ ഇവിടെ നിന്ന് ഞാൻ ബില്ലടിച്ചിട്ട് വന്നിട്ട് പോയാലോ? ഇല്ല ലിച്ചു, കല്യാണം കഴിക്കണില്ലെന്നല്ലേ രാവിലെ പറഞ്ഞു. ഇപ്പൊ ഷൂസ് കണ്ടപ്പോൾ എന്റെ ചെരുപ്പൊക്കെ അമ്മ, ഇത് അമ്മയെ കാണിക്കാൻ വേണ്ടിട്ട് മാത്രം ഞാൻ എടുക്കുന്നത് എടുക്കണ്ട. എന്റെ ആഗ്രഹമൊക്കെ വേറെ ആഗ്രഹമില്ലേ? പല സമയത്തും പലതും തോന്നും. തോന്നും. പക്ഷെ നീ ആഗ്രഹിച്ച സാധനം ഇതുവരെ കിട്ടിയില്ലല്ലേ? കുറച്ച് കാത്തിരിക്കേണ്ടി വരും. നല്ലത് കിട്ടെ. കാത്തിരുന്നാലും ഞാൻ പറയണില്ല. ശരി, നിങ്ങൾ രണ്ടുപേരും ബില്ലടിച്ചിട്ട് വരും കേട്ടാ. ടാറ്റാ. ശരി, പോയിട്ടോ ബില്ലടിച്ചിട്ടോ. വാ, നമുക്ക് കറങ്ങാൻ പോവാം. ജീപ്പ് എടുക്കുന്നില്ല. നമ്മൾ പർച്ചേസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. പക്ഷെ ഇനി തീർന്നില്ല. ബാക്കി ഇനി നമ്മൾ മുകളിൽ പോയി ടിഫിൻ ബോക്സ്, പാത്ര ഐറ്റംസ് എല്ലാം നമുക്കൊന്ന് വാങ്ങിക്കണം. ഇപ്പൊ അത്യാവശ്യത്തിനുള്ള ഇവിടെ വേറെ ആക്സസറീസ് ഒക്കെ വാങ്ങിച്ച് സ്കൂളിൽ പോയാൽ മതിയായിരുന്നു. എല്ലാം വാങ്ങിക്കണം. അതിൻ്റെ ഇടയിൽ അവർക്ക് ഒരു മൈലാഞ്ചി വേണമെന്ന്. ശരിയാണ് കഴിഞ്ഞിരിക്കുന്നത്. വേറെ ഒന്നുമില്ല. ഇവിടെ കാർഡ് കൊടുക്കണില്ല, ജീപ്പ് എടുക്കണം. എല്ലാരും വാങ്ങിക്കായിരുന്നു. ഞാൻ പറഞ്ഞേ സ്കൂൾ തുറക്കണോണ്ട് ഇടാൻ പറ്റില്ല. ഇതാണ് നമ്മളുടെ പുതിയ സബ്സ്ക്രൈബർ. അപ്പൊ നമുക്കൊരു പുതിയ സബ്സ്ക്രൈബറിനെ കിട്ടിയിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ സബ്സ്ക്രൈബറാണ്. അപ്പൊ പുതിയ സബ്സ്ക്രൈബറെ അതിന്റെ ഇടയിൽ കൂടെ ഇവിടെ കുറച്ചു നേരം സമയം സ്പെൻഡ് ചെയ്തു. ആ സമയത്തിൽ സബ്സ്ക്രൈബ്. ശരി, ബൈ.
എന്തിനാണ് ഇവര് ഈ മുകളിലത്തെ നമ്മൾ ആഹാരം കഴിക്കണ മോള് കൊണ്ട് വെച്ചെന്നറിയാമോ? ഈ സ്റ്റെപ്പ് കയറി ഏറ്റവും മണ്ടയെത്തുമ്പോ ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കുടിച്ചു പോകും. അതിനാണ് ഇവര് കൊണ്ട് മുകളിൽ വെച്ചത്. നീ വാ, 5 നിലയുടെ മണ്ടയിലടാ. അല്ലേ ആ ബട്ടർഫ്ലൈ തൂങ്ങി കിടക്കണ കൊള്ളാല്ലടാ. അമ്പച്ചിക്കിടി അതും പിടിച്ചില്ല. അപ്പൊ നമ്മൾ അടുത്തതിലേക്ക് പോവുകയാണ്. എൻജോയ്മെന്റ് ഒക്കെ ആയിരുന്നു നമുക്ക്. അത് കൊള്ളാം. അപ്പോ ഇടിച്ചു ബസ് ടയറും ഉണ്ട്. അമ്മ ബ്രേക്ക് ടൈമിലാണ്ട ടീച്ചർ പഠിപ്പിക്കാൻ ബോറടിച്ച ചെക്ക 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 റിക്ഷോനെ കയറ്റിക്കോണം. ഇത് നീ, ഇത് റിക്ഷ, ഇത് നിന്റെ ടീച്ചർ, ഇത് ആരൊക്കെ ക്ലാസ്സിലുള്ള പിള്ളേര്. സ്കൂൾ പിക്നിക്ക്. അപ്പൊ ടീച്ചർ എടുത്ത് എന്ത് ചെയ്യും? കൃതിക കമ്മോണെന്ന് പറഞ്ഞ് പുറത്തങ്ങ് തള്ളും. കളിക്കാനുള്ള സാധനം ഒരു ബോക്സ് എടാ ഇത് കൊള്ളാടാ, നീ നോക്ക് ഞാൻ പറയണ കേളു. നമ്മൾ ഉച്ച കഴിഞ്ഞുള്ള ക്ലാസ് നമുക്ക് ബോറടിക്കും. ആ സമയത്ത് നമുക്ക് പറ്റിയതാണ് ഈ സാധനം. വേണ്ട ബസ് ഒട്ടിച്ച് കളിക്കുക. ആണോ ആണോ കളിക്കാനൊന്നുമില്ലടി. കളിക്കാനുള്ള നമ്മളൊക്കെ അങ്ങനെയല്ല. നമ്മളൊക്കെ കാലത്തെ കളിക്കാനുള്ള സാധനം ഇല്ലായിരുന്നു. ഇപ്പൊ ബോക്സിൽ കളിപ്പാട്ടം കൊണ്ടുപോകും. പണ്ട് എനിക്കുണ്ടായിരുന്നു. എന്തായാലും മുത്ത് ഇങ്ങനെ 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 വീണ ഒരു എനിക്ക് ഉരുട്ടി ഉരുട്ടി അങ്ങ് അറ്റത്താക്കുന്നത്. ഇതൊക്കെയാണ് ഫൺ. മക്കളെ ടീച്ചർ വെച്ചത് ആരെടുത്തെന്ന് ഇത് കൊള്ളാം. അത് വേണ്ട, ഒരു പഴയത് ഇതിൽ കൂടെ മോഡേൺ ആയിട്ടുള്ള സാധനങ്ങൾ. പക്ഷെ ബസ്സുള്ളായിരുന്നു. ബസ്സിന്റെ വില നോക്കട്ടെ, എന്നിട്ട് ഞാൻ പറയാം കൊള്ളാമോ കൊള്ളില്ല. ബസ്സിന്റെ വില കൊള്ളില്ലടാ. ബസ് കൊള്ളില്ല. ബസ് ഒന്നും മക്കളെ സ്കൂളിൽ കളിച്ചിട്ടുണ്ടോ? പിന്നെ ഇതിന്റെ വില ഇതിലില്ല. MRP ഇല്ല. നല്ല മാമൻ റിഷ്വാനെ വെടിവെക്കാടി. ഡി എണീടി. ഞാനാണെങ്കിൽ ഇത് എടുക്കോളായിരുന്നടാ. ഇത് മതിയല്ല എടി. ഇത് സൂപ്പറാണ്. ആർക്കും ഇല്ലാത്തൊരു ബോക്സ് ആയിരിക്കും. വെറൈറ്റി ആയിരിക്കും. ഉഷാറായിട്ട് കളിക്കണം. ഇങ്ങനെയുണ്ട്. വീട്ടിൽ വാ, മാമച്ചി കളിക്കുക. നീ വീട്ടിൽ വാ. നീ വീട്ടിൽ വാ. പറ. അങ്ങനെ തന്നെ ചെറുക്കന്മാരെയൊക്കെ തെറിപ്പിക്കണം കേട്ടാ. ഇത് ഇരിക്കട്ടെ മക്കളെ. എന്താ ലിച്ചു ആയുധം പുടി. ഗണ്ണ് വിജയ് മറ്റേ ശിവാർത്തേന് ഗണ്ണ് കൊടുക്കില്ല. അതുപോലെ ഞാൻ എന്റെ കൊച്ചു എന്താ ഈ ഗണ്ണ് നിനക്കുള്ളതാണ്. കൊള്ളാം. തെറ്റ് സാധനം കട്ടക്കടടി കൊള്ളാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. ശരി, നമ്മൾ പാത്രത്തിന്റെ കറിയൊന്നും കൊണ്ടുപോകാൻ പാത്രമില്ല. അതും കൂടെ ചേർത്തുള്ളതാണ്. ഇത് വേണോ അല്ലേ? കാരണം ഇവക്ക് കറി കൊടുത്തോട്ടെ. ഇതിന്റെ ചെറുത് കിട്ടുമെങ്കിൽ എടുക്കാണ്. അപ്പുറത്തുണ്ട്. ഇന്നാളൊരു ദിവസം ഇവിടെ വന്നായിരുന്നു. ഇങ്ങനെയൊക്കെ ഇപ്പൊ ഇപ്പുറത്തെ സ്റ്റീൽ പാത്രം അപ്പുറത്ത് ആ ചെറുപ്പം ഇരിക്കുകയാണ്.
അപ്പുറത്ത് സീൽ നമുക്ക് അപ്പുറത്തെ സീൽ എടുക്കാം. നമ്മൾ ഫാഷൻ നോക്കിയിട്ട് കാര്യമില്ല, കൊച്ചിന്റെ ഹെൽത്ത് ആണ് നമുക്ക് മെയിൻ. ഇതൊന്നുള്ളതാണ് അപ്പുറത്ത് ബാഗിന്റെ അകത്ത് കൊള്ളാണ് സാധനം എടുക്കണം. എന്റെ കൂളറും കൂടെ എടുത്തിട്ട് പോയാലേ. എടാ ലഞ്ച് ബോക്സ് ഞാൻ തിരിച്ചു വെച്ചടാ, ഓൾറെഡി അവ കൊണ്ടുവരണം, അതുകൊണ്ട് അത് മതി. അതുകൊണ്ട് നമ്മൾ അതങ്ങ് നിർത്തി. ബാക്കിയുള്ള കുറച്ച് അല്ലറ ചില്ലറ ക്രയോൺസ് അങ്ങനെയുള്ള മാത്രമേ വാങ്ങിച്ചുള്ളൂ. വീട്ടിൽ പോയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെയുള്ള പർച്ചേസ് ഇപ്പം എന്തായാലും തീർന്നു. അപ്പോൾ നമുക്കിനി ബാക്കി വീട്ടിൽ പോയിട്ട് ബാക്കി പവിക്കുട്ട എന്തിനാണെന്ന് നോക്കാം. അപ്പോൾ അവൻ എന്തെങ്കിലും സ്നാക്സ് അല്ലെങ്കിൽ വല്ല കേക്ക് എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും മാറ്റം കൊടുക്കില്ല. ഈ വാവ വിഷമിക്കൂലേ. എന്തായാലും ഇവിടുത്തെ പർച്ചേസ് കഴിഞ്ഞപ്പോൾ നമുക്കിനി വീട്ടിൽ പോകാം. ഓക്കെ, എനിക്ക് എന്റെ അടിയനെ വാങ്ങിച്ചു പുതിയ പല്ലൊക്കെ വന്ന് പാൻപരാഗത്തിന്റെ പരസ്യത്തിന് കൊടുക്കാം. പാൻപരാഗിന്റെ പരസ്യത്തിന് കൊടുക്കാം. മാർക്കൂടെ ആള് എല്ലാവർക്കും ടാറ്റ ബൈ ബൈ പറഞ്ഞു തരാം. ഫാഷൻ കളഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ചെത്തി നടക്കായിരുന്നു. വാ, എനിക്കിനി ചാലയിൽ പോകണം, സ്റ്റോക്ക് എടുക്കണം. അതിൻ്റെ ഇടയിൽ ചെറിയൊരു ടൈം കിട്ടിയപ്പോഴത്തേക്ക് വന്നേ ഉള്ളൂ. ശരി, എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു. അപ്പം ശരി യശുകുട്ടി, ഹാപ്പി അല്ലേ? അപ്പം ഇനി സ്കൂളിൽ നല്ല രീതിയിൽ പോകണം, പറഞ്ഞായിട്ടല്ലേ? കേട്ടോ, മടിയൊന്നും കാണിക്കരുത്, കള്ളത്തരമൊന്നും കാണിക്കരുത്. ഇങ്ങനെയൊക്കെ പലതും പറയും, അപരാധങ്ങൾ പലതും പറയും കേട്ടോ. എന്നെ പറ്റി പറയാം, നീ വിശ്വസിക്കരുത് ഇതൊന്നും. ഹേ ഗായ്സ്, പിന്നെ നമ്മൾ അതിനുശേഷം നേരെ നമ്മുടെ കൈരളി ബേക്കറിയിലോട്ടാണ് പോയിട്ട്. അവിടെ നമ്മൾ സ്ഥിരം പോകുന്ന ഒരു കസ്റ്റമർ ആയതുകൊണ്ട് തന്നെ ആ ചേട്ടന് എന്നെ പരിചയം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അവിടെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് കേക്ക്സ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കേക്കൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് അങ്ങ് തിരിച്ചു കേട്ടോ ഗായ്സ്. അപ്പോൾ ഞങ്ങളിതാ ഇവിടെ ഒരു പർച്ചേസൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ വന്നു. എന്തായാലും ഇന്നത്തെ ദിവസം എന്ന് പറയുമ്പം ഫുൾ കാര്യങ്ങളെല്ലാം നമ്മൾ വിചാരിച്ചണക്ക് നടന്നു. ഭയങ്കര ക്രൗഡായിരുന്നു ഗൈസ്. ഭയങ്കര ക്രൗഡെന്ന് വെച്ചാൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ വിച്ചുകുട്ടി, ഇത്രയും തിരക്കായിരിക്കും. ഇത്രയും തിരക്കാന്ന് നമ്മൾ വിചാരിച്ചിട്ടല്ല. ആദ്യം ശരിക്കും ലഞ്ച് കിറ്റ് വാങ്ങിച്ചെന്ന്, പ്രിൻസസിന്റെ ബാഗ് വാങ്ങിച്ചെന്ന്, പ്രിൻസസിന്റെ കുപ്പി വാങ്ങിച്ചെന്ന്, അങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങിച്ചു തന്നിട്ടുണ്ട്. എനിക്കൊരു ബാഗ് തന്നെ എടുക്കാന്ന് വിചാരിച്ച അപ്പൊ മാറ്റി അത് കേച്ചേയില്ല വീട്ടിൽ. അതുകൊണ്ട് പ്രിൻസസിന്റെ ബാഗ് എന്നെ വാങ്ങിച്ചു. അപ്പൊ എന്തായാലും ഗൈസ്, ഇനിയും പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. പ്രധാന കാര്യം എന്ന് വെച്ചാൽ വീഡിയോ എടുക്കാൻ പറ്റാതിരുന്നതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇവർക്ക് വെക്കേഷൻ ആയിരുന്നു അല്ലേ. ആ വെക്കേഷൻ സമയത്ത് എന്ന് പറയുമ്പോൾ ഈ രണ്ട് പിള്ളേരും പൊരിഞ്ഞടിയാണ്. ബോഡി ഗാർഡായിട്ടിരിക്കാൻ എനിക്ക് നിവർത്തിയുള്ളൂ, കാരണം ഇവിടെ വേറെ ആരുമില്ല എന്നെ സഹായിക്കാനായിട്ട്. അപ്പോൾ ഒറ്റയ്ക്ക് ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്തായിരിക്കും ഇവർ അടി ഉണ്ടാവണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പം വെക്കേഷൻ ഇപ്പൊ പറയാമില്ലേ, വെക്കേഷൻ കഴിയുമ്പോഴത്തേക്കും വെക്കേഷൻ കഴിയുമ്പം സ്കൂൾ തുറക്കൂലേ. ഇവരെ സ്കൂൾ ടൈം പോലെ ആയിരിക്കും എനിക്കിനി ഈ വീഡിയോ എടുക്കുന്നതും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണമൊക്കെ. അങ്ങനെയാണ് ഞാൻ കണക്കാക്കിയത്. കാരണം അതാകുമ്പോൾ ഇവിടെ സ്കൂളിൽ പോകുമ്പോൾ എനിക്ക് വീഡിയോസ് എടുക്കാം, അപ്ലോഡ് ചെയ്യാം, എല്ലാം ചെയ്യാം. മറ്റേതിനെ കൊണ്ട് പറ്റണില്ലായിരുന്നു ഗൈസ്. സത്യം പറഞ്ഞാൽ അതുകൊണ്ടാണ് ഈ 2 മാസം വീഡിയോസ് ഇങ്ങനെ ലാഗ്. അപ്പൊ എന്തായാലും ഇനി പുതിയ പുതിയ വീഡിയോസും കണ്ടന്റ്സും ആയിട്ട് ഞാൻ ഉറപ്പായി നിങ്ങളെ മുമ്പിൽ വരും. ഇനിയൊരു ലാഗ് കാണില്ല ഗൈസ്. നമ്മുടെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ഞങ്ങൾ തിരിച്ചു വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരും ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണേ ഗൈസ്. അപ്പോൾ പുതിയൊരു വീഡിയോ തിരിച്ചു വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.